ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലല്ല കേട്ടോ, നടിയിലുമല്ല, പൂക്കളെ കാണിക്കുന്നുണ്ട്. ഇന്നൊരു ചെറിയ ഗാർഡൻ ടൂറാണ്. ഞാൻ എൻ്റെ ഗാർഡന് മൊത്തം വെട്ടിപ്പോക്കി രണ്ടാമതൊന്ന് സെറ്റ് ചെയ്തല്ലോ, സീറോമെന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ എവിടം വരെ എത്തി എന്നുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിക്കാനാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇതാ, എൻ്റെ ബോഗൻവില്ല പൂവിട്ട് ഇവിടെ ഉള്ളൂ, ബാക്കി മൊത്തം കഴിഞ്ഞു. ഇതിപ്പോൾ ജൂലൈ അല്ലേ, ജൂലൈയിലൊന്നും ഇത് ഉണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ചോദിക്കും നിങ്ങളെ പൂ എന്താ തീർന്നില്ലേ ബോഗൻവില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്തല്ലോ, താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ലൈക്ക് തന്നതിന്, തുടക്കം തന്നെ എനിക്ക് ലൈക്ക് തന്ന് നിങ്ങൾ കാണുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. ഇതാണ് എൻ്റെ ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഒരു കളറ് ഇപ്പം ഉള്ളൂ കേട്ടോ. ഓറഞ്ച് തീർന്നു, ഓറഞ്ചൊക്കെ ഇല കാണാതെ പൂത്തിരുന്നു, ഒക്കെ തീർന്ന്. ഈ കട്ടച്ചോപ്പും തീർന്നു, കട്ടച്ചോപ്പ് ഇതാ കാണിക്കാനേ ഉള്ളൂ, തീർന്നുപോയി. ഇനി നമുക്ക് ബാക്കിയുള്ളിടത്ത് പോവാം. ഇതാ മെലസ്റ്റോമ നോക്ക്, പൂവ് അടിയിൽ നിന്ന് മേലെ വരെ മെലസ്റ്റോമ പൂക്കളിരുന്നു. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ പ്രയാസമെന്ന് പറഞ്ഞാൽ ഒക്കെ വെട്ടിയതാ. ഈ മെലസ്റ്റോമ ഭയങ്കര ചെടിയായിട്ടും വൻ മരമാക്കി മാറ്റുക, അതുപോലെ തന്നെ കുറ്റിച്ചെടിയാക്കി മാറ്റുക. എനിക്ക് തോന്നുന്ന കുറ്റിച്ചെടിയാക്കുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ് എന്ന്. നോക്കിതിൻ്റെ ഒരു പൂക്കള ഭംഗി. ഇതെങ്ങനെ പിടിപ്പിക്കുന്നതും കൂടി ഞാൻ ഈ ഗാർഡൻ ടൂറിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ പിടിപ്പിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പിടിപ്പിക്കാൻ പാമ്പുണ്ടാവുക, പേടിയാകുക, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതാ ഈ തളിരില്ലേ, ഈ തളിര് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. തളിര് പൊട്ടിക്കുന്നോറും ഉണ്ടാവും കേട്ടോ, പേടിക്കേ വേണ്ട, ഉഷാറിലുണ്ടാവും. എന്താ ഇതിങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. നോക്ക്, ഈ പൊട്ടിച്ച ഈ കുഞ്ഞി തയ്യോണ്ടുണ്ടാകുന്ന മരം ഇത് ഭയങ്കര ലംഘല അല്ലേ. എല്ലാവരും എന്നോട് ചോദിക്കും ഇതിനെ തൈ തരുമോ ഇതിൽ റോട്ടുമ്മലൂടെ പോകുന്നവരൊക്കെ. എന്നാൽ വരി, ഇതെങ്ങനെ നടുന്നതും കൂടി ഞാൻ കാണിച്ചു തരാമല്ലോ. ഈ തളിരില്ലേ, ഞാൻ തളിര് കൊണ്ടുവന്ന് ഞാൻ എപ്പോൾ ഒരു ഷോർട്ടിൽ ഇടലുണ്ട്, എന്നാലും ചിലർക്ക് ഭയങ്കര സംശയമാണ് ഇത് ഉണ്ടാകുന്നില്ലല്ലോ. ഇതാ ഇങ്ങനെ ഈ ഒരു തണ്ട്, ഇതാ ഇങ്ങനെ തണ്ട് എന്ന് പറയണ്ട, തളിര് ഇതാ ഇങ്ങനെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. അതിനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നട്ട് കാണിച്ചു തരികയാണ്. ഇത് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ, ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. നല്ല അന്നത്തിന് വെയിൽ വന്നു, ഇവിടെ ഭയങ്കര മഴ, പിന്നെ മഴ വെയിൽ അങ്ങനെയാണ്. എന്താ ഇങ്ങനെ അങ്ങ് നട്ട് കൊടുത്താൽ വെയിലൊള്ളിക്കരുതേ. എന്നിട്ട് ഇതിൻ്റെ മുമ്പ് നട്ടതാട്ടോ, അത് ഞാൻ പറിച്ച് കാണിച്ചു തരാം. വേര് വന്നത് ഇതാ നോക്ക്, ഒരൊറ്റ ഒന്നുമേൽ വേര് വന്ന് കണ്ടോ, ഈ കുഞ്ഞ് കമ്പ് വരുന്നത് ഇതാ വേര് വന്നത് കണ്ടോ. ഇതിൽ ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. ഇവിടെ തന്നെ നട്ടാട്ടെ, ഞങ്ങൾ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താ അവിടെ ഞാനങ്ങനെ എത്രാക്ക് തൈ കൊടുത്ത് എനിക്കൊരിതൊരു സേവനമാണ്. കാരണം എൻ്റെ ചെടികൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കാണാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്, എൻ്റെ ഫാൻസ് തന്ന ചെടികളൊക്കെ ഞാൻ ഇപ്പം കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുളച്ച് കാണിച്ച്. ഇത് ഞാൻ വെയിലത്ത് വെക്കൂല കേട്ടോ, തണലത്ത്. ഇത് വേര് പിടിക്കുന്ന വരെ തണലത്താണ്. അപ്പോൾ എന്നോട് ഓരോരുത്തർ പറയും എൻ്റെ ഉണ്ടാകുന്നില്ല, ഇതിന് വെയിൽ തൊടിക്കരുത്, വെയിൽ തട്ടരുത്, മുള വരുന്ന വരെ. ഇനി അടുത്താണെന്നറിയോ, ഇതാണ് സാൽവിയ. എന്തോരു ചോപ്പാന്നറിയോ ഇതിൻ്റെ കളറൊക്കെ. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നടുക എന്നുള്ളത്. ഇതാ ഒരു തണ്ട് ഇങ്ങോട്ട് പൊട്ടിക്കുക. ഇതാ ഈ ഒരു തണ്ട് കൊണ്ടുവന്ന് ഇപ്പോൾ മഴക്കാലാണ് കുത്തി കൊടുത്താൽ മതി, ഇതുണ്ടാവും സൂപ്പറായിട്ട്. ഇത് സ്ഥലം എല്ലായിടത്തൊക്കെ അത് നട്ടുപിടിപ്പിക്കാൻ നല്ലതാട്ടോ. എനിക്ക് സ്ഥലം കുറവായത് കൊണ്ട് ഞാൻ കുറേ വെട്ടി പോക്കുക ചെയ്ത്. ഇതാണ് ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വെയിൽ കൊള്ളാൻ പറ്റൂല, വെയിൽ കൊണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോയി പോകട്ടോ. ഒരു ദിവസം വെയിൽ കൊണ്ടുപോകത്തിന് ഞാൻ മാറ്റി നിർത്തേണ്ടി വന്നു. ഇതൊക്കെ പുതിയ തളിരൻ എന്ത് രസാലേ, പ്ലാസ്റ്റിക്കിൻ്റെ പോലെ. നോക്ക്, പ്ലാസ്റ്റിക്കിനെ പോലെ നോക്ക്. ഇതിൻ്റെയൊക്കെ അല്ല കട്ടച്ചോപ്പ. ഇത് എങ്ങനെയാണ് പുതിയ തൈ ഉണ്ടാവുക എന്നറിയോ? ഇതിൽ പിന്നെ ഇപ്പുറത്തേക്ക് ഒരു ഇല വരികയാണെങ്കിൽ തൈ ഞാൻ കാണിച്ചു തരാം. ഇത് വന്നു. ഇനി ഇത് നടുവിലൂടെ കത്തിങ് വെക്കുക, അപ്പോൾ രണ്ടാക്കി പോവും. ഒന്നിങ്ങോട്ട് എടുത്തിട്ട് വേറെ നടുക. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ
ഞങ്ങൾക്ക് ചട്ടിയോടെ ഫ്രീ തന്നതാട്ടോ. ഇതൊക്കെ നഴ്സറിയിൽ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ ആ ഒറ്റ ഒന്നിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച്. ഞങ്ങൾക്ക് പിടിപ്പിക്കാനുള്ള പറഞ്ഞു തന്നിരുന്നു ആ സാറ്, അധ്യാപകനായിരുന്നു. അതുപോലെ ഇങ്ങനെയാണ് ഇവിടെ ഇത് 2 എണ്ണ ഈ നടുവിലൂടെ കത്തി വെച്ചിട്ട് 2ആക്കി മാറ്റുക. കണ്ടോ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതെൻ്റെ ജെറേനിയ ഇതേപോലെ തണ്ട് പൊട്ടിച്ച് നടുന്ന ചെടിയാട്ടോ. ഒരു തണ്ട് അങ്ങ് പൊട്ടിച്ച് മഴക്കാലത്ത് വെച്ച് നന്നായിട്ടുണ്ടാവും. ഇതിൻ്റെ പൂക്കൾ നോക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു പൂവ് തന്നെ കുറേ ദിവസം മങ്ങാണ്ട് വാടാണ്ട് നിൽക്കും കേട്ടോ. അതിന് പ്രത്യേകതയത്. ഇതൊക്കെ എൻ്റെ പച്ചക്കറിയാണ്. ഇത് എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഫാൻ, പിന്നെ താമരശ്ശേരിയുള്ള സെൽമ തന്നതായിരുന്നു. അത് പിന്നെ ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ, അദീനിയം പേര് മറന്നു. വേഗം കിട്ടീന്ന്. ഏതായാലും ഇതൊക്കെ ഞാൻ മാറ്റി നടും. സെൽമ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നതൊക്കെ ആളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജറബറ ഇത് എനിക്ക് സൽമ തന്നേന്ന് എന്നെ കാണാൻ വന്നപ്പോൾ. അവർക്കില്ലാത്തത് ഞാനും കൊടുത്തു, എനിക്കില്ലാത്തത് അവരും കൊണ്ടുവന്നു. എനിക്ക് ഫാൻസി വരുമ്പോൾ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇത് ഓറഞ്ച് ജറബറ. ഇത് തിരുവനന്തപുരംകാർ വന്നപ്പോൾ, അതൊരു ഫാൻസ് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നാണ് ഗ്രൗണ്ട് ഓർക്കിഡ് കേട്ടോ അതിൻ്റെ പേര്. നോക്കി ഇതിൻ്റെ കളറെല്ലാം ഭംഗിയുണ്ടല്ലേ. നിറയെ തൈ വന്നിട്ടുണ്ട്. തൈ വന്നാൽ അതിൽ പൂക്കളും ഉണ്ടാവും. ഇത് നോക്ക് എൻ്റെ വെർട്ടിക്കൽ. ഇതൊക്കെ ഇപ്പോൾ ആ പാമ്പ് കാരണം നമ്മളെ ഗാർഡനൊന്ന് ഉഷാറാക്കിയ വന്ന എൻ്റെ ഗിഫ്റ്റാണ്, മക്കൾ തന്ന ഗിഫ്റ്റാണ് അത് കേട്ടോ. അത് നോക്ക് എന്ത് രസാലേ ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞു. ഇത് വെർട്ടിക്കൽ. ഞാൻ വിചാരിച്ചു വെർട്ടിക്കൽ ബാൾസം വെച്ചാൽ എന്താണെന്നൊരു പരീക്ഷണത്തിന് വെച്ചതായിരുന്നു. നോക്കുമ്പോൾ ഗാർഡൻ നല്ല ഉഷാറാട്ടോ. ഇതൊക്കെ നോക്ക്, ഒക്കെ എൻ്റെ പരീക്ഷണം. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്ത് നോക്ക്. അതൊക്കെ നോക്ക്, അതെല്ലാം മേരിഗോൾഡാണ്. മേരിഗോൾഡ് പൂവിടാനാവുന്നേ ഉള്ളൂ. ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇതെല്ലാം എൻ്റെ. ഇത് വേറൊരു ഫാന് പിന്നെ കുന്നമംഗലത്തുള്ള നുസ്രത്ത് തന്നതായിരുന്നു. വെള്ള എൻ്റെ വെള്ള പിന്നെ ഡേയ്സി ഇല്ലാത്തത് കൊണ്ട് നുസ്രത്ത് ചെയ്തത് ഓൺലൈനിൽ വരുത്തിച്ചിട്ട് എന്നെ കാണാൻ വന്നതാ. ഇതും അതന്നെയാണ്. ഇത് പിന്നെ എൻ്റെ ഡേയ്സിയാണ്. ഞാൻ എപ്പോൾ ഇങ്ങനെ പോറ്റി ഉണ്ടാക്കുന്ന ഡേയ്സി. ഇത് ഡേയ്സി പൂവിട്ട് കണ്ടോ, പൂവിട്ട് നല്ല ഉഷാറാ കണ്ടോ. ഇത് നുസ്രത്ത് തന്നതാട്ടോ ഡേയ്സി. വേറൊരു കളറ് ഇതെൻ്റെ ഡേയ്സി. ഇതെൻ്റെതാ. ഇതൊക്കെ എന്തൊരു ഭംഗിയാലേ ഒക്കെ കാണാൻ. എനിക്ക് നോക്കി നിൽക്കും. ഇതെൻ്റെ 10 മണി ഞാൻ വെർട്ടിക്കലായിട്ട് നട്ടതായിരുന്നു. നോക്ക് ഉണ്ടായത്. ഇത് പൊട്ടിച്ചു കൊടുത്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല. അതാണ് ഇപ്പം എൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇങ്ങനെ പൂവിടുന്നത് എങ്ങനെ പൊട്ടിക്കും? മേലെ കുറച്ച് പൂവിടുന്നത് കുറച്ചായിട്ട് വെയിൽ തട്ടുന്നില്ല. വെയിൽ തട്ടുന്നിടത്ത് ഉഷാറാ. അപ്പോൾ ഓരോന്നോരോന്ന് എൻ്റെ പൂന്തോട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത്. ഇപ്പം പറയല്ലോ നിങ്ങളത് ഒന്ന് ഹോം ടൂറല്ല ഗാർഡൻ ടൂർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഗാർഡൻ ടൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെൻ്റെ ബറോസിൻ്റെ ഹാങ് ചെയ്തതാട്ടോ. ഇത് അങ്ങോളം ഹാങ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ബറോസ് വെർട്ടിക്കലാക്കിയാൽ എന്താന്ന്. അങ്ങനെ വെർട്ടിക്കൽ നട്ടതായിരുന്നു. ഇപ്പം എനിക്കെന്തോ എനിക്ക് വെർട്ടിക്കൽ ഞാൻ മാറ്റും കേട്ടോ. അത് ഞാൻ പൂക്കളാക്കി മാറ്റി. അത് ഞാൻ വേറെ ഇങ്ങനെ തൂക്കിയിടാൻ വേറെ പോട്ടിൽ നടാന്ന് വിചാരിച്ചു. നിങ്ങളെ അഭിപ്രായം എന്താ? ഇതിവിടെ വെക്കണോ? എനിക്കിവിടെ പൂക്കളാണ് ഇഷ്ടം. കാരണം ഇതെല്ലാം കൂടെ പൂവിടും. ഏതാണെന്നറിയാം? മേരിഗോൾഡ്. ഇതാ ഞാൻ കാണിച്ചു തരാം. മേരിഗോൾഡ് പൂവിടാനാകുന്നേ ഉള്ളൂ. ഇതാണ് കണ്ടോ. ഇതിങ്ങോട്ട് നിറഞ്ഞ് പൂവിടും. ഇല കാണാതെ പൂവിടും. ഒരു സമയം കൊണ്ട് വരാണ്ട് ഓണാകുമ്പത്തിലേക്ക് ഇവിടെ തിളക്കണം എന്ന് ഞാൻ വിചാരിച്ച്. ഇത് ബാൾസം പൂവിട്ട് നോക്കിയത് നാടൻ ബാൾസം കേട്ടോ. ഈ നാടൻ ബാൾസം നമ്മൾ കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും മണ്ണിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മണലിൽ വെക്കുന്നതാണ്. മണലിൽ വെച്ചിട്ട് അതിന് വേര് വന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെ തന്നെ ഞെട്ടിച്ചിന്. വേഗം വേര് വരും. ഇതെൻ്റെ ജെറേനിയ ഞാൻ അവിടെ കാണിച്ചില്ലേ, അത് ഞാൻ കട്ട് ചെയ്ത് നട്ടിട്ട് പൂവിടാൻ തുടങ്ങി. എൻ്റെ ബാൾസം ഇങ്ങനെ വരി. എൻ്റെ ബാൾസം നോക്കി എന്താ ഉഷാറ്. എൻ്റെ ഗാർഡൻ ടൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വെള്ളയൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. വെള്ളയൊക്കെ ഇത് വെള്ള ബാൾസം. ഇത് നോക്ക്, ഒരു ഓറഞ്ചും വെള്ളയുമില്ലേ, എന്ത് രസമാണ് നോക്ക്. ബാൾസം ഇങ്ങനെ വന്ന് അവിടെ
ഇതൊക്കെ ഇതെല്ലാം ബാൾസത്തിന് തണലാണ് ഏറ്റവും നല്ലത്. വെയിൽ പറ്റൂല കേട്ടോ. വെയിലുണ്ടെങ്കിൽ പൂക്കൾ കുറയും. ഇത് നല്ല തണലത്ത് അതുണ്ടായത് കണ്ടോ. പിന്നെ മഞ്ഞപ്പൂ നോക്ക്. മഞ്ഞപ്പൂവിൻ്റെ തണ്ടും പൊട്ടിച്ച് നടാം കേട്ടോ. തണ്ടും ഉണ്ടാവും, വിത്തും ഉണ്ടാവും. ഞാൻ വിത്ത് മുളപ്പിച്ചതാണ് ഇത്. ഇത് അധികം പ്രായമായില്ല. ഇത് ഇങ്ങോട്ട് ഉഷാറ് വരാനുണ്ട് കേട്ടോ. എൻ്റെ ഡേയ്സിൻ്റെ കൊതിയോണ്ട് ഞാൻ ഇവിടെ ഒക്കെ ഡേയ്സി നട്ടതാ. ഡേയ്സി പൂവിടാൻ തുടങ്ങിയതാ കണ്ടോ. പുതിയ ഡേയ്സിയാ. അതെല്ലാം ഞാൻ മേരി ഗോൾഡ് കുപ്പിയിൽ നട്ടതാ. മേരി ഗോൾഡ് കുപ്പിയിൽ നട്ട് അതിങ്ങോട്ട് ആളായി വന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇതാ എൻ്റെ ഒരു ചെടി നോക്ക്. മിടിനില്ല എന്നാണ് പോലും ഇതിൻ്റെ പേര്. നമ്മളെ യൂട്യൂബ് കുടുംബക്കാർ പറഞ്ഞു തന്നതാ. ഇതിൻ്റെ നിറച്ച് പൂവുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു കിട്ടും. അതിൻ്റെ ഒരു പുതിയ തളിര് വന്നു. ഇത് ഞാൻ ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കമ്പ് കൊടുക്കും. ഇനി അടുത്തത് അലോവേര പിന്നെ നമുക്ക് നിർബന്ധം. ഇതിൽ ഒരു ചെടി നമ്മൾ നടുകയാണ്. ഇത് കൂടെ വേണം. ഇതിന് മരുന്നിനും പറ്റും. ഇത് പിന്നെ വേര് പിടിപ്പിക്കാൻ പറ്റും. എല്ലാത്തിനും പറ്റും. ഇത് നമുക്ക് വരും ഓരോന്ന് കാണാം. ഹൈബ്രിഡ് പിന്നെ ബാൾസം ഇത് നല്ല പൂക്കുന്നുണ്ട്. അതിൽ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കമ്പ് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കുറേ. ഇതെന്താണെന്നറിയോ, ജമന്തി കണ്ട ഈ ജമന്തി ആയത്. ഇത് പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പിടിപ്പിച്ചതാ കണ്ട നിറച്ച് മുട്ട. ഇതിലൊക്കെ മുട്ടുണ്ട്. ഇതാ മെലസ്റ്റോമ. ഇത് തണ്ട് പൊട്ടിച്ച് നട്ട് ഞാൻ പഠിപ്പിച്ചെന്നുണ്ടല്ലോ എങ്ങനെയാന്നുള്ളത്. അത് നിറച്ചിടാ പൂവിടാൻ തുടങ്ങി ഞാൻ വെച്ചത് കൊണ്ട്. മെലസ്റ്റോമൻ്റെ വെള്ളയാണ്. പൂ മൊട്ട് കാണുമ്പോൾ ചുവപ്പ. അത് ഒറ്റ പൂവും വിരിഞ്ഞ് നിൽക്കുന്നില്ല. ഇപ്പം വിരിഞ്ഞ ഞങ്ങളെ കാണിക്കുക നിറച്ചുണ്ടേന്. ഇപ്പം എല്ലാം കഴിഞ്ഞ് രണ്ടാമത് മൊട്ടിടുക. ഇതെൻ്റെ 10 മണി ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് ICU വെച്ചതാ. ഇതായിട്ടില്ല, ആളായി വരുന്നേ ഉള്ളൂ. ഇതെല്ലാം എൻ്റെ മേരി ഗോൾഡ് ഞാൻ എൻ്റെ ഗേറ്റുമേലങ്ങ് നിറച്ച് വെച്ചതാ. മേരി ഗോൾഡ് ഇങ്ങോട്ട് വരും, മൊട്ടിടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതൊക്കെ തൈകളാണ്. ഇതാ മേരി ഗോൾഡ്. ഇതവിടെ ഇതാണ് മേരി ഗോൾഡിൻ്റെ ഞാൻ കാണിച്ചു തന്നെയാണ്. അതൊക്കെ ഞാൻ പൊട്ടിച്ച് നട്ടിട്ട്. ഇനി ഇതാ എൻ്റെ പൂന്തോട്ടം ഇങ്ങനെ ഒറ്റ ലുക്കിൽ ഇങ്ങനെ. ഇതാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരുന്ന. അന്ന് ഇങ്ങനെ പോന്ന്. പിന്നെ ഇവിടേക്ക് ഇതാ മഞ്ഞപ്പൂവും ഡേയ്സിയും ഇതാ ഇവിടം വരെ ഉണ്ട്. ഇനി ഇങ്ങോട്ടും കൂടി കമ്പി ഇടേണ്ടിയിരുന്നു. അന്നേരം ഓരോ ചെടിയായിട്ട് കമ്പി ഇട്ടില്ല. ഇനി ഇൻഷാല്ല അടുത്തിട്ട് ഇതാ ഈ സൈഡ് അത് കേട്ടോ. ഈ സൈഡ് ഇനി ഒന്നും കൂടി ഉഷാറായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ 2-3 ആൾക്കാർ പറഞ്ഞു നിങ്ങളെ ഗാർഡൻ ടൂർ കാണിക്കുമോ എന്നുള്ളത്. ഇതെനിക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഭവം അത്. ഇതെൻ്റെ ഡേയ്സി. ഇതാ പല കളറിലുള്ള ഡേയ്സി, ജെറേനിയം. ഞാൻ ഇപ്പം ഇതുവരെ ഔട്ട്ഡോറാണ് കാണിച്ച പൂക്കൾ. ഇത് ഇൻഡോർ നോക്കിയതാ. ഇങ്ങനെ കുറേ പാത്രമൊക്കെ വാങ്ങിയതാ. ഇത് ഇങ്ങനെ വെച്ചു. ഇവിടെതാ ഇതിനിപ്പോൾ കുറേ വെക്കണമെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ഇതെല്ലാം ഞാൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നതാ. ഇതൊക്കെ ഇതാ ഇവിടെതാ. ഇതെല്ലാം ഇതിൻ്റെ ബാക്കി തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. ഇൻഡോർ അകത്ത് വെച്ചാൽ കേട്ടോ ഈ ഒരു കളറ് ഈ ഒരു ഭംഗിയും തിളക്കും പുറത്തുനിന്ന് ഇത് കിട്ടൂല കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയതാ. എന്ത് രസമാണ് അത് നോക്ക്. നല്ല ഭംഗിയില്ലേ. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ചെടികൾ കാണുമ്പോൾ. രാവിലെ എഴുന്നേറ്റിട്ട് പുറത്തേക്കിട്ട് ഇറങ്ങിയാൽ ഈ പണിയെടുത്തെടുത്തെടുത്തെടുത്ത് തളർന്ന് നിൽക്കുന്ന നമുക്ക് പുറത്ത് പൂക്കളിടയിലൂടെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ. അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഞാൻ ഇപ്പം ഉള്ള ഗാർഡൻ ടൂർ ഞാൻ കാണിച്ചു കഴിഞ്ഞു കേട്ടോ. അത്രയൊക്കെ എനിക്കുള്ളൂ. ഇനി ഇങ്ങനെ ആളായി ഇങ്ങനെ വരണം. എന്നിട്ട് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കേറ്റുണ്ടാകുന്നൊരു ധൃതി. എനിക്ക് അങ്ങനെ ധൃതിയുണ്ട് നിങ്ങളെ കാണിക്കേറ്റ്. നിങ്ങളാണ് എന്നെ പഠിപ്പിച്ച് തന്നത്. ഇതിൻ്റെയൊക്കെ പേരും ഇതെങ്ങനെ നടക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം കൈമാറിയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ എൻ്റെ ഗാർഡൻ ടൂർ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.